أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. صدق الله. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യാസീൻ നമ്മൾ ദിവസേന പലവരും പാരായണം ചെയ്യുന്ന, പലരും ഒരുപാട് തവണ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ്റെ സൂറത്ത്. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുകയും നമ്മളെ മനസ്സിൽ എന്താണ് നാം പാരായണം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി എല്ലാവരും മുഴുവൻ ഭാഗവും ശ്രദ്ധയോടെ പഠിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ യാസീൻ സൂറത്തിലെ 18-ാമത്തെ ആയത്ത് മുതൽ 7 ആയത്തുകൾ കൂടിയാണ് ഓതി വച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ഇന്നാ തതയ്യർനാ ബിക്കും ലഇൻ ലം തൻതഹൂ ലനർജുമന്നക്കും വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം. ഖാലൂ, അവർ പറഞ്ഞു, ആ നാട്ടുകാർ പറഞ്ഞു, ഇന്ന തീർച്ചയായും ഞങ്ങൾ തത്വയ്യർനാ ബിക്കും നിങ്ങളെ അവലക്ഷണമായി, ലക്ഷണക്കേടായി കാണുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെ ലക്ഷണക്കേടായി, അവലക്ഷണമായി കാണുന്നുണ്ട്. ലഇല്ലം തന്തഹു, നിങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, ലഇല്ലം തന്തഹു, നിങ്ങളിത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ലനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കും, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലും. ലനർജുമന്നക്കും വലയമസ്സന്നക്കും, നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഏൽക്കേണ്ടി വരും. മിന്ന, ഞങ്ങളിൽ നിന്ന് അദാബുൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷ. നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വേദനിപ്പിക്കുന്ന ശിക്ഷ ഏൽക്കേണ്ടി വരും. ഖാലു, അപ്പം ഈ പ്രവാചകന്മാർ പറഞ്ഞു, ത്വാഇറുക്കും, ഈ അവലക്ഷണം മഴക്കും നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാണ്. ഈ അവലക്ഷണങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാണ് എന്ന് ആ പ്രവാചകന്മാർ പറഞ്ഞു. അയിൻ ദുഃഖിർത്തും, നിങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ, നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് എന്നർത്ഥം. ബൽ അന്തും ഖൗമും മുസ്രിഫൂൻ. ബൽ, എന്നാൽ അന്തും നിങ്ങൾ, ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിര് കടന്നിട്ടുള്ള, അതിര് കവിഞ്ഞ ഒരു ജനതയാണ്. നിങ്ങൾ അതിര് കടന്ന, അല്ലെങ്കിൽ അതിര് കവിഞ്ഞ ഒരു ജനതയാണ്. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ. വജാഅ, അങ്ങനെ വന്നു. മിൻ അഖ്സൽ മദീനത്തി, പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന്, റജുലുൻ, ഒരാൾ, യസ്ആ, ഓടിക്കൊണ്ട്. പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്നു. കാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനതയെ,
എൻ്റെ സമുദായമേ, ഇത്തബിയുൽ മുർസലീൻ, നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റു, നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റുക എന്ന് അദ്ദേഹം എൻ്റെ ജനതയെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്തബിയവും, നിങ്ങൾ പിൻപറ്റുക, മൻ, യാതൊരുത്തന്, ലാ യസ്അലുക്കും അജ്റൻ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത ഈ വിഭാഗത്തെ നിങ്ങൾ പിന്തുടരുക. വഹും മുഹ്തദൂൻ, വഹും അവരാകട്ടെ, മുഹ്തദൂൻ സന്മാർഗ ദർശനം, സന്മാർഗം പ്രാപിച്ചിട്ടുള്ള ആളുകളാണ്, നേർവഴിയിൽ എത്തി നിൽക്കുന്ന ആളുകളാണ്. വമാലിയ, എനിക്കെന്ത് തടസ്സമാണുള്ളത്, ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കാതിരിക്കാൻ, അല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമാണുള്ളത്. വമാലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്. വഇലൈഹി തുർജഊൻ, നിങ്ങൾ അവങ്കലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് മടങ്ങാനുള്ളതും അതേ സ്രഷ്ടാവിലേക്ക് തന്നെയാണ്. അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, അത്തഖിദു, ഞാൻ സ്വീകരിക്കുകയോ, മിൻ ദൂനിഹി, അവനെ കൂടാതെ, ആലിഹത്തൻ, മറ്റ് ആരാധ്യന്മാരെ, അവനെ കൂടാതെ മറ്റ് ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ. ഇൻ യുരിദിനി റഹ്മാനു, പരമകാരുണികൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ബിദുരിൻ, വല്ല തിന്മയും, വല്ല ദോഷവും പരമകാരുണികൻ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ലാ തോനി അന്നി, എനിക്ക് ഉപകാരം ചെയ്യുകയില്ല, ശഫാഅത്തുഹും, അവരുടെ ശുപാർശകൾ, ഷൈഅൻ, ഒട്ടും തന്നെ, എനിക്കവരുടെ ശുപാർശകൾ ഒട്ടും തന്നെ ഉപകരിക്കുകയില്ല. വലാ യുൻഖിദൂൻ, അവർക്കെന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല, അവരെന്നെ രക്ഷപ്പെടുത്തുകയും ഇല്ല. ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ, ഇന്നി, തീർച്ചയായും ഞാൻ, ഇദൻ, അപ്പോൾ ഞാൻ തീർച്ചയായും, ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിത്തീരും, ഞാൻ വ്യക്തമായ ദുർമാർഗത്തിലായിത്തീരും. ഈ 3 പ്രവാചകന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെ സംബന്ധിച്ചും ഇവരുടെ കഴിവുകേടിനെ സംബന്ധിച്ചും ഒക്കെ വ്യക്തമാക്കി കൊടുത്തു. ആദ്യമൊക്കെ അവരതിനെ എതിർക്കാൻ വേണ്ടി ശ്രമിച്ചു. എതിർക്കുന്നതിനേക്കാൾ ശക്തമായ തെളിവുകൾ ഹാജരാക്കപ്പെട്ടപ്പോൾ അവർ കുറച്ചുകൂടി ഗൗരവത്തിൽ ഈ കാര്യം എടുത്തു. എന്ന് മാത്രമല്ല, ഇനി അവരോട് പറഞ്ഞു ജയിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരോട് താക്കീത് ചെയ്യാൻ തുടങ്ങി, അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇന്ന തൊയ്യർനാബിക്കും എന്നവർ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ അവലക്ഷണമായി കാണും, ലക്ഷണക്കടെ കാണും, ഞങ്ങൾക്ക് എന്തും നെഹ്സൻ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ തൊട്ടതൊക്കെ പേക്കാണ്, അത് നിങ്ങളുടെ കാരണത്താൽ. അതുകൊണ്ട് ലൈലം തന്തഹു, നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ, ഇല്ല നെർജുമൻ്റെക്കും, ഞങ്ങൾ നിങ്ങൾ എറിയേണ്ടി വരും, എറിഞ്ഞു ഓടിക്കും നിങ്ങളവിടെ നിന്ന്, ഇവിടെ നിർത്തൂല. അതുപോലെ തന്നെ വല എമസന്നക്കും പിന്നെ അദാബുൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷകൾ ഞങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറാകേണ്ടി വരും. ഇത് പ്രബോധനത്തിൻ്റെ ഒരു അനിവാര്യമായ ഒരു പ്രതിഫലനം തന്നെയാണ്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം എന്ന് പറയുന്നത് പോലെ ആദ്യമൊക്കെ കുറച്ചൊക്കെ സഹിക്കും, പക്ഷെ അത് നമ്മളെ ബാധിക്കും, നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, കുറേ അധികം ആളുകൾ ഇവരുടെ പിന്നാലെ കൂടാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, മാത്രമല്ല ഈ സത്യപ്രസ്താവന പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ, എന്ത് വില കൊടുത്തും ഇവരെ ഒതുക്കേണ്ടത് അനിവാര്യമാണെന്ന് അവർക്ക് തോന്നുന്നു. അത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറേ കാലം രഹസ്യമായി മാത്രം പ്രബോധനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കുടൽമാല ചാർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആൾക്കാരെ കൊന്നിട്ടുണ്ട്, എറിഞ്ഞിട്ടുണ്ട്, ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്.
അതേ സംഗതി തന്നെയാണ് ഈ അന്താക്കിയയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർക്കും ഏൽക്കേണ്ടി വരുന്നതെന്നർത്ഥം. അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ വീണ്ടും നല്ല നയത്തിൽ തന്നെ പറഞ്ഞു, ഈ അവലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങളുടെ കൂടെയുള്ളതാണ്, ഞങ്ങൾ ഒരു തരത്തിലുള്ള ലക്ഷണക്കേടും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾ ദുഃഖിർത്തും ഞങ്ങൾ നിങ്ങൾക്ക് പ്രബോധനം ചെയ്യുക മാത്രമല്ലേ ചെയ്തത്. പ്രബോധനം ചെയ്യുന്ന ആൾക്കാരെ എറിഞ്ഞോടിക്കുകയാണോ ചെയ്യുന്നത്? അത് മോശമല്ലേ? ഞങ്ങൾ മറ്റൊന്നും നിങ്ങൾക്ക് ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന് ഞങ്ങൾ പറയാണ് ഞങ്ങളെ കൂട്ടത്തിൽ വന്നാൽ. അപ്പം നിങ്ങൾക്ക് നന്മയുടെ വഴി കാണിച്ചു തരുന്നു എന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ എറിഞ്ഞു കൊല്ലാൻ നോക്കുക. നിങ്ങൾ ഞങ്ങളിവിടെ നാട്ടുക, നിങ്ങൾക്ക് നന്മ വർഷിക്കണമെന്നല്ലേ ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബല്ലന്തും ഖൗമും മുസ്രിഫുൻ, നിങ്ങൾ അതിരുവിട്ട ഒരു ജനതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഒരു അതിര് കൊടുത്തിട്ടുണ്ട്. ആ അതിര് വിടുകയാണ് നിങ്ങൾ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ സത്യത്തിന് കീഴ്പ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന് പകരമായി അവർ സത്യനിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയും അതോടനുബന്ധിച്ച് അവരെ എറിഞ്ഞോടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. ഈ സന്ദേശം വളരെ വേഗത്തിൽ ജനകീയമായി തീർന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ പല ഭാഗത്തു നിന്നും അതിനനുസരിച്ചുള്ള ആളുകളുടെ ഒഴുക്കുണ്ടായി. അതാണ് തെളിയിക്കുന്നത്. പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന്, അന്താക്കിയ എന്ന് പറയുന്ന ഈ പട്ടണത്തിൻ്റെ കുറേ ദൂരം നിന്ന് ഒരാൾ ഓടി വരികയാണ്. അയാൾ ഓടി വരണമെങ്കിൽ അയാൾക്ക് ഈ പ്രവാചകന്മാരെ സംബന്ധിച്ച് ബോധ്യം വരണം. ഈ പ്രവാചകന്മാരിൽ അദ്ദേഹം വിശ്വസിക്കണം. അദ്ദേഹത്തിൻ്റെ പേര് ഹബീബുൻ നജ്ജാർ എന്നായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹം ബിംബങ്ങളെ കൊത്തിയുണ്ടാക്കിയിരുന്ന ആളായിരുന്നുവെന്നും, പക്ഷേ ഈ കൊത്തിയുണ്ടാക്കുന്ന ആൾക്കറിയാലോ അതിനെന്തുമാത്രം കഴിവുണ്ടെന്നുള്ളതും എന്താ അതിന് പറ്റുകയെന്നുള്ളതിനെ പറ്റിയൊക്കെ ധാരണ ഉണ്ടല്ലോ, അതിനെ ആരാധിക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രവാചകൻ്റെ ഈ കാര്യത്തിൽ ഇവരെ കാണാതെ തന്നെ, ഈ പ്രവാചകന്മാരെ കാണാതെ തന്നെ അദ്ദേഹം വിശ്വസിക്കുകയാണ്. ആ വിശ്വസിച്ചതിന് ശേഷം ഈ പ്രവാചകന്മാരുടെ ജീവൻ പോലും അപകടത്തിലാണെന്നുള്ളപ്പോൾ അയാൾ പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് ഓടി വരികയാണ്. നക്സൽ മദീനത്ത് റജുലിൻ യസ്ആ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖാല യാ ഖൗമി, എൻ്റെ ജനതേ. അദ്ദേഹം പറയുന്നത് യാ ഖൗം, എൻ്റെ ജനതേ. എൻ്റെ ജനത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവരും തമ്മിൽ തീരെ കണ്ടിട്ടൊന്നുമില്ല, അവർ തമ്മിൽ നേരത്തെ ഒരു ബന്ധമില്ല. പക്ഷെ സത്യവിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് വരുന്ന ആളുകളെ വളരെ താല്പര്യപൂർവ്വമായി വിളിക്കുകയാണ്, എൻ്റെ സമുദായമേ, എൻ്റെ ജനതയെ, നിങ്ങൾ ഈ മുഅ്മിനീങ്ങളെ, മുർസലീങ്ങളെ, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ ദൂതന്മാരെ നിങ്ങൾ വിശ്വസിക്കണം, തള്ളിക്കളയരുത്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കാരണം പറഞ്ഞു, ഇത്തമയുമല്ല യസ്അലുക്കും അജ്റൻ, നിങ്ങളോട് കൂലി ചോദിക്കാത്ത ആൾക്കാരാണ് നിങ്ങൾ. കൂലി ചോദിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്തേണ്ടതില്ല. അള്ളാഹിൻ്റെ മാർഗത്തിൽ ആൾക്കാരെ ക്ഷണിക്കുന്നതിന് കൂലി വാങ്ങേണ്ടതില്ല. ഞാൻ പ്രാർത്ഥിച്ചു തരാമെന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു കൂലി അത് നിശ്ചയിക്കാൻ പാടില്ല, നിശ്ചയിക്കരുത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാം. അതുപോലെ തന്നെ ഇവരെ ഏറ്റവും വലിയ ഗുണമായിട്ട് അദ്ദേഹം കണ്ടത്, ദൈവമാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ ആളുകൾ ഒന്നും നിങ്ങളോട് കൂലി വാങ്ങുന്നില്ലല്ലോ. വഹും മുഹ്തദൂൻ, അവർ നേർമാർഗം പ്രാപിച്ചവരാണ്. ഒരു നിലക്കുള്ള തകരാറും അവരിലില്ല, മോശമായ ഒരു സംഗതിയും അവർ പറയുന്നില്ല. ഹിദായത്ത് അവരുടെ കൂടെയാണുള്ളത്, അവർ പറയുന്നതിലാണ് ഹിദായത്തുള്ളത്. അതിലേക്ക് വരണം. ഇവർ കൂലി ചോദിക്കുന്ന ആൾക്കാരല്ല. കുറച്ച് ആൾക്കാർ ഇസ്ലാമിലേക്ക് ആക്കിയിട്ട് അവർക്ക് വല്ലതും ജീവിക്കണം, ഈ ലോകത്ത് ജീവിക്കണം എന്ന താല്പര്യമുള്ള ആൾക്കാരും അല്ല. എന്നിട്ട് അദ്ദേഹം ഒരു ന്യായം കൂടി പറയാണ്, വമാലിയല്ല അബുദലി ഫത്തറനി, എന്നെ സൃഷ്ടിച്ച ആളെ, എന്നെ സൃഷ്ടിച്ച ദൈവത്തെ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമാണുള്ളത്? മറ്റാരെങ്കിലും ആണോ എന്നെ സൃഷ്ടിച്ചത്? അല്ലല്ലോ. ഏകനായ ദൈവം തമ്പുരാൻ അള്ളാഹു, അവനാണ് എൻ്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ആ റബ്ബാണ്. ആ റബ്ബിനെ ഞാൻ എന്തിനെ ആരാധിക്കാതിരിക്കണം? ആ റബ്ബിനെ എന്തുകൊണ്ട് എങ്ങനെ ഞാൻ ആരാധിക്കാതിരിക്കും? ഒരു ന്യായം എൻ്റെ അടുത്തില്ല. മാത്രമല്ല ഇലൈഹി തുർജഊൻ, അവൻ്റെ അടുത്തേക്ക് തന്നെ നിങ്ങൾ മടങ്ങും ചെയ്യുക. എന്നെ സൃഷ്ടിച്ചത് മാത്രമല്ല, നിങ്ങൾ മടങ്ങേണ്ടതും, അഥവാ നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങൾക്ക് പരിപാലിക്കുന്നതും ഒക്കെ ആ റബ്ബാണ്. ആ റബ്ബിനെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ, ആരാധിച്ചേ പറ്റൂ. വീണ്ടും അദ്ദേഹം പറയണം, അത്തഖദുമിൻ ദൂനിഹി ആലിഹ, അങ്ങനെ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, ആ റബ്ബിനെ അല്ലാതെ വേറെ കുറേ എണ്ണത്തിന് ഞാൻ ആരാധിക്കേ. ഇലാഹിന് പകരം ആലിഹത്ത് നാടോ ഉപയോഗിച്ച്, അതിൻ്റെ ബഹുവചനം.
ഞാൻ ഒരു ഇലാഹിന് പകരം എന്നെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്. ആ ദൈവത്തിന് പകരം കുറേ വേറെ നിങ്ങൾ പറയുന്ന കുറേ ദൈവങ്ങൾ അഥവാ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ പ്രതിഷ്ഠിക്കുന്ന കുറേ എണ്ണത്തിന് ഞാൻ ആരാധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻ യുരിദിനി റഹ്മാൻ ബുദൂരിൻ, പരമകാരുണികനായ എൻ്റെ പടച്ചത്തമ്പുരാൻ എനിക്ക് വല്ല ദോഷവും വിധിക്കുകയാണെങ്കിൽ, വല്ല ദോഷവും എനിക്കുണ്ടാവണമെന്ന് വിചാരിച്ചാൽ ലാ തോന്നിയാൻ ഷഫാഴത്തവും ചെയ്യുക, അവരുടെ ഒരു തരത്തിലുള്ള ശുപാർശയും അവിടെ വില പോവില്ല, എനിക്ക് തുണയേകുകയില്ല, എന്നെ സഹായിക്കില്ല. ഏകനായ ദൈവത്തെ വിട്ട് ഞാൻ മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോയാൽ ഒരിക്കലും ആ ദൈവങ്ങളുടെ പിന്തുണ, നിങ്ങൾ ദൈവങ്ങളെന്ന് പറയുന്ന അവയുടെ പിന്തുണ എനിക്കൊരിക്കലും കിട്ടൂല. മാത്രമല്ല വലായുങ്കൈതൂൻ, എന്നെ അവർ രക്ഷപ്പെടുത്തുകയും ചെയ്യൂല. ഞാൻ അകപ്പെട്ട ഈ കുഴപ്പത്തിൽ നിന്ന്, ഈ വിഷമത്തിൽ നിന്ന്, വിഷമസന്ധിയിൽ നിന്ന് എന്നെ പുറത്തെത്തിക്കാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് മാത്രമല്ല ഇന്നി ഇതല്ല ഫി ളലാലി മുബീൻ, ഞാൻ അതോടുകൂടി വ്യക്തമായ വഴികേടിലേക്ക് പോകും. നേർവഴി ഹിദായത്തിന് പകരം ഞാൻ ലലാലത്തിലേക്ക് പോകും, നേർവഴിക്ക് പകരം ഞാൻ ദുഷ്ടവഴിയിലേക്ക് പോകും. ഒരിക്കലും ഞാൻ രക്ഷപ്പെടില്ല. ഇന്നി ഇതല്ല ഫി ളലാലി മുബീൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ വ്യക്തമായ വഴികേടിലേക്കായി പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ ദൈവം തമ്പുരാനെ പറ്റി നമുക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആ റബ്ബിനോട് മാത്രം തേടിക്കൊണ്ട് മുന്നോട്ട് പോകുക. റബ്ബ് നമ്മളെ ഇഹപര വിജയം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.